നമ്മൾ കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഡ്രങ്കൻ മങ്കിയിൽ വന്നത്. അപ്പം നവ്യയുടെ പുതിയ ജാക്കറ്റിൻ്റെ കുറച്ച് ഷോ ഓഫാണ് കാണുന്നത്. ജാക്കറ്റ് വേറെ ആരുമല്ല, ഞങ്ങൾ തന്നെ വാങ്ങിക്കൊടുത്തതാണ് അവളുടെ ബർത്ത്ഡേക്ക്. അവൾക്ക് ഇതുപോലത്തെ ജാക്കറ്റ്സൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ അവളും മെയിൻലി ഇങ്ങനത്തെ ജീൻസ്, ടോപ്പ്, ജാക്കറ്റ്സ്, ക്യാപ്പ്, ആ ടൈപ്പ് സാധനങ്ങൾ തന്നെയാണ് എപ്പോഴും കൂടുതൽ പ്രിഫർ ചെയ്യാറ് ഇടാൻ. അപ്പോൾ അതാണ് വാങ്ങിക്കൊടുത്തത്. പിന്നെ കുറേ നാളെ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുന്നു ഫോട്ടോ എടുക്കാൻ എവിടെയും പോകണമെന്ന്. അടൂർ അങ്ങനെ ഒരുപാട് സ്പോട്ടുകളൊന്നുമില്ല ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട്, വളരെ ഇതുള്ളൂ. അപ്പോൾ ആംബിയൻസ് നോക്കിയിട്ട് തന്നെ ഞങ്ങൾ ഡ്രങ്കൻ മങ്കി എല്ലാ ഷോറൂം തുടങ്ങിയിട്ട് ഞങ്ങളിതുവരെ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ നല്ല ഷേക്കാണ് അവരുടെ, അപ്പോൾ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടി നല്ല ആംബിയൻസ് നോക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇത് ചെയ്തത്. ഇതിപ്പോൾ കണ്ടപ്പോഴാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ റെനിയാണ് കേട്ടോ ചെയ്തത്. അവളാണ് ഞങ്ങളുടെ ഹെയർ സ്റ്റൈലിസ്റ്റ്. അപ്പോൾ ഞങ്ങൾ വെറൈറ്റി ഡെയിലി ഓരോരോ ഹെയർ സ്റ്റൈലൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ മാറിയായിരുന്നു ഫോട്ടോ എടുത്തിരുന്നത് കേട്ടോ. ഞാൻ അവരുടെ അടുത്ത് കൊടുക്കും, നവ്യ എൻ്റെ അടുത്തരും, അങ്ങനെയൊക്കെയാണ് എടുത്തുകൊണ്ടിരുന്നത്. ക്ലിക്സ് ഞാനിപ്പോൾ ഇടുന്നില്ല കൂടെ, കാരണം ഞാൻ ക്യാമറയിൽ നിന്ന് കയറ്റിയിട്ടില്ല. ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻ വീഡിയോസ് മിക്കവാറും ഇത് നിങ്ങൾ കാണുമ്പോൾ ഞാനത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതായപ്പോൾ ക്ലിക്സ് കാണുന്നില്ലേ, നല്ല ക്ലിക്സൊക്കെ ഒരുപാട് ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. അത് നല്ല ആംബിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്ലിക്സ് കാണണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അതിൽ നിന്ന് കണ്ടാൽ മതി. അല്ലെങ്കിൽ ഞാൻ വല്ല ഷോർട്ട് വീഡിയോ അയച്ച് നമ്മളെടുത്ത ക്ലിക്കിൻ്റെ ഒരു വീഡിയോ ഇടാം. ഞങ്ങൾ ത്രൂ ഔട്ട് കിട്ടിയ ഒരു ടൈമിങ് കൊണ്ട് അത്യാവശ്യം ഫോട്ടോസ് എടുക്കുമായിരുന്നു. ഞങ്ങൾ ഇന്ന് ഫോട്ടോ എടുക്കാൻ വരണം, എവിടെയെങ്കിലും പോകണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇന്ന് സത്യം പറഞ്ഞാൽ നല്ല മഴക്കാറുണ്ടായിരുന്നു. അപ്പോൾ വേണമെന്ന് പിന്നെ ആലോചിച്ചു. പിന്നെ എന്തായാലും ഇന്ന് പ്ലാൻ ചെയ്തല്ലേ, നേരത്തെ ഇറങ്ങി. ഇന്ന് പിന്നെ കിച്ചൂണും വൈഷ്ണവിക്കും വെഡ്ഡിങ് ഫങ്ഷനും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും പുറത്ത് പോവാണ്. അപ്പോൾ പിന്നെ നമ്മളും പോകാമെന്നുള്ള രീതിയിൽ നമ്മളും പോയി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇൻസ്റ്റയിൽ മറ്റേ സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ടൊക്കെ കുഞ്ഞു വീഡിയോസ്, ഫോട്ടോസൊക്കെ എടുക്കില്ലേ, അതിൻ്റെ ബിസിയായിരുന്നു ഞാൻ. വിത്തിട്ടിരിക്കുന്ന എല്ലാ സാധനവും എൻ്റെയാണ് ഗൈസ്. ബൂട്ട്സ് എൻ്റെയാണ്, ക്യാപ്പ് എൻ്റെയാണ്. ഇപ്പോൾ ഇതിൻ്റെ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഞങ്ങൾ പിന്നെ ഹോസ്റ്റലിൽ അങ്ങനെയാണ് കേട്ടോ, ഷെയർ ചെയ്തിട്ടാണ് ഫുൾ എല്ലാ കാര്യങ്ങളും. അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും അങ്ങനെയൊക്കെയാണ് ഇടാം. ഞാനിട്ടിരിക്കുന്നത് നിവ്യ ചേച്ചിയുടെ ഡ്രസ്സാണ്. അപ്പോൾ കിച്ചൂനൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് അവൾ എടുത്തുകൊടുക്കുന്നത്. അപ്പോൾ ഡ്രസ്സ് ഭയങ്കര ഫെയറി മോഡലിൽ ഞാൻ ഇഷ്ടമുള്ളൊരു ടൈപ്പായിരുന്നു. അപ്പോൾ അവളേതായാലും ചേച്ചിക്കത് വേണം. അപ്പോൾ അവളുള്ളത് ഇപ്രാവശ്യം വീക്കെൻഡിന് പോകുമ്പോൾ വീട്ടിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ അതിന് മുന്നേ ഏതായാലും എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിന്ന് ഇറങ്ങിയത്. പിന്നെ ഏതായാലും എല്ലാവർക്കും ഫോട്ടോ എടുക്കാമെന്നുണ്ട്. എല്ലാവരും ഇടാത്ത ഡ്രസ്സും നല്ലോണം ഒരുങ്ങിയിട്ടൊക്കെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. ആദ്യം ഞങ്ങൾ ബസ്സിന് വരാമെന്ന് വിചാരിച്ചാൽ പിന്നെ ഞങ്ങൾ ഓട്ടോയ്ക്ക് വന്നു. കാരണം വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ട് ഒരുങ്ങിയതൊക്കെ അല്ലേ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മഴക്കാറ് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പം അത്രയും ഒരുങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ മനക്കാലയിൽ കൂടെ ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് നടക്കുമ്പോൾ തന്നെ എല്ലാവരും എല്ലാവരും മണക്കാലയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. മണക്കാല ആക്ച്വലി കുറച്ച് ഉള്ളിലോട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ കുറച്ച് ഗ്രാമമായതുകൊണ്ട് തന്നെ നമ്മൾ ജീൻസും ടോപ്പ് ഇട്ട് നടത്താൻ തന്നെ എല്ലാവരും നോക്കും. അപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു മോഡേൺ ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് നടന്നാൽ പിന്നെ എല്ലാവരും നോക്കുമായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ എവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്? നമ്മൾ ബർഗർ ഹബിനെ കുറിച്ച് എന്ത് വാക്ക്? ബർഗർ ഹബിനെ കുറിച്ച് എന്ത് വാക്ക്? വളരെ നല്ല കാര്യങ്ങളാണ് പറയാനുള്ളത്.